ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 20. രചന ഫൗസിയ നൗഷാദ്. ആശി അടുക്കളയിലേക്ക് വന്നു. സുഭദ്രാമ്മയുടെ കഴുത്തിൽ കൈ ചുറ്റി. ആശി, നീ എപ്പോ എത്തി മോനെ? കുറച്ചു നേരമായി അമ്മ. അവളുടെ കവളിൽ മുഖമമർത്തി അവൻ പറഞ്ഞു. ദച്ചുവും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, എത്തിയല്ലോ അമ്മയുടെ പുഞ്ഞാരമോൻ. 2 ദിവസം കൂടുമ്പോ അമ്മയ്ക്ക് മോനെ കണ്ടില്ലെങ്കിൽ ഒരു വെപ്രാളമാ, അവള് കളിയോടെ പറഞ്ഞു. പിന്നല്ലാണ്ട്, എന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ അമ്മ തന്നെയാടി ഇത്. നീ പുച്ഛിക്കൊന്നും വേണ്ട. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ അമ്മയാണിത്. മതി മതി, എന്നിങ്ങനെ പുകഴ്ത്തണ്ട ആശി മോനെ. എന്താ ഉണ്ടമ്മ കഴിക്കാൻ? ചോറും പയറുകറിയും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയും ഉണ്ട്. എടുക്കട്ടെ? അത് ചോദിക്കാനുണ്ടോ? എടുത്തോ. അവർ എടുക്കാനൊരുങ്ങിയതും ദർശനം മുന്നിൽ കയറി. ഞാൻ എടുക്കാം അമ്മ. അവൾ അതൊക്കെ എടുത്ത് പാത്രത്തിലാക്കി അവന് മുന്നിൽ വെച്ചു. അവൻ്റെ അടുത്തിരുന്ന് അവന് വിളമ്പി. നിന്റെ കോളേജ് അടച്ചോടി? ഇല്ല, എക്സാം നടന്നുകൊണ്ടിരിക്കുക. പാസ്സാവോ? പിന്നെ പാസ്സാവുക മാത്രമല്ല, യൂണിവേഴ്സിറ്റി ടോപ്പർ ആവുകയും ചെയ്യും. ആവണം. അവളുടെ തലയിൽ തട്ടി സ്നേഹത്തോടെ അവൻ പറഞ്ഞു. അച്ഛാ, ഞാനും ശിവയും മറ്റന്നാൾ ബാംഗ്ലൂർ പോവുകയാ. ദർശ പറഞ്ഞത് കേട്ട് അയാൾ അത്ഭുതപ്പെട്ടു. ബാംഗ്ലൂർ? എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയില്ലല്ലോ അച്ഛാ. അവൾക്ക് ഔട്ടിങ്ങിന് പോകാൻ താല്പര്യമുണ്ട്. കമ്പനി കാര്യങ്ങൾ ആരാ ദേവാ നോക്കുക? അത് തൽക്കാലം ആശി നോക്കും. അയാളൊന്ന് ഇരുത്തി മൂളി. ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല, പോയി വരൂ. അയാൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. ശ്യാമ രാത്രി തന്നെ ബാഗ് പാക്ക് ചെയ്തു. അവൾ അമ്മയുടെ കൈകളിൽ കൈ ചേർത്തു. നാളെ കോളേജിൽ പോവാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങും. ഞാൻ നേരെ എറണാകുളം പോവമ്മ. എനിക്ക് എൻ്റെ ചേച്ചിയെ കണ്ടെത്തണം. പക്ഷേ നിനക്കറിയും മോളെ അത് എവിടാണെന്ന്? ഒറ്റയ്ക്ക് എങ്ങനെയാ? അമ്മ പേടിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ തിരഞ്ഞ് കണ്ടുപിടിക്കും എൻ്റെ ചേച്ചി എവിടെയാണെങ്കിലും. അമ്മ വിഷമിക്കണ്ട, എൻ്റെ ചേച്ചിയായിട്ടേ ഇനി ഞാൻ ഇവിടേക്ക് മടങ്ങി വരൂ. പിന്നെ ഞാൻ ഇവിടെ എത്തുന്നവരെ ആരും ഇതറിയരുത്. അമ്മ മകളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. എറണാകുളം എറണാകുളം കണ്ടക്ടർ വിളിച്ചു പറയുന്നത് കേട്ട് ശ്യാമ ഞെട്ടി കണ്ണു തുറന്നു. അവൾ കണ്ണു തിരുമ്മി പുറത്തേക്ക് നോക്കി. എറണാകുളം സിറ്റി എത്തിയിരിക്കുന്നു. തനിക്ക് അപരിചിതമായ ഒരു പുതുനഗരം. അവൾ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. എവിടേക്ക് പോകണമെന്നോ എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണമെന്നോ ഒരെത്തും പിടിയില്ല. നോക്കാം. കയ്യിലുള്ളത് ആകെ കുറച്ച് തുകയാണ്. അതും അവസാനത്തെ ഉരുപ്പിടിയായ മാലയും വെറ്റ് കിട്ടിയത്. എത്ര നാൾ ഇവിടെ നിൽക്കണമെന്നറിയില്ലല്ലോ. അവളൊരു ലക്ഷ്യവുമില്ലാതെ നടന്നു. അന്നൊരിക്കൽ അവളുടെ ചേച്ചി നടന്ന വഴികൾ തന്നെയാണ് അതെന്നറിയാതെ. ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായി. ദർശനൊപ്പം പോകുന്ന സന്തോഷത്തിലാണ് ശിവാനി. അവളെല്ലാം പാക്ക് ചെയ്തു വെച്ചു. അപ്പോഴേക്കും ജാനകിയുടെ കോള് വന്നു. അവൾ കോൾ എടുത്തു. ഹലോ മേഡം, എവിടെയാണ്? ഒരു വിവരവും ഇല്ലല്ലോ. ഞാൻ ഇവിടെയുണ്ട് ജാനു. ഒന്ന് വിളിക്കായിരുന്നു. പോയിട്ട് എത്ര ദിവസമായി പെണ്ണെ? വിളിക്കാനുള്ള സാഹചര്യമല്ലായിരുന്നു ജാനു. ആകെ ട്വിസ്റ്റ് അല്ലേ? ട്വിസ്റ്റ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയും പറയാം. ഐ മീൻ കൊള്ളാം, നല്ല ഫാമിലിയാണ്. വിചാരിച്ച പോലൊന്നും അല്ല. എന്നെ അക്സെപ്റ്റ് ചെയ്തു. ശരിക്കും? ഇത്ര വേഗോ? യെസ്, എല്ലാവരും പാവാ. അത് നല്ല കാര്യമാ. ഞാൻ പറഞ്ഞില്ലേ ദർശ നിനക്ക് വിധിച്ചത് തന്നെയാന്ന്. അല്ല, എവിടെ നിന്റെ ഹസ്ബൻഡ്? സുഖമല്ലേ? നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടോടി? ഏട്ടൻ ഇവിടെ ഇല്ലടി. സ്നേഹം ഉണ്ടോന്നോ? ഏട്ടൻ ഞാനെന്നാ ജീവനല്ലേ? അത് കേട്ടാ മതി. അല്ല, എന്നു മുതലാ മോളെ നീ ദർശനെ ഏട്ടാന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്? അല്ല, അത് പിന്നെ ഭർത്താവല്ലേ. മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പോടി. അവളോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ആരായിരുന്നു ശിവ ഫോണിൽ? അവൾ ഫോൺ വെച്ചതും ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. അവൾ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അതെന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവനോട് സ്നേഹം മാത്രമല്ല, ബഹുമാനമുണ്ട്. എന്താ ഇത്? എന്തിനാ എഴുന്നേക്കുന്നത്? എന്ത് പ്രൊസീജിയറാണിത്? എനിക്കൊന്നും ഇഷ്ടമല്ല ശിവ. ഇവിടെ നമ്മൾ രണ്ടാളും ഈക്വൽ ആണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഏട്ടാ, അങ്ങനെ വരുന്നതാ. ആരായിരുന്നു കോളില്? ജാനു. ആ ഹോസ്റ്റലിലെ നേഴ്സല്ലേ? ആ അതന്നെ. പിന്നെ നമ്മൾ നാളെ പോവുകയാട്ടോ. അച്ഛൻ സമ്മതിച്ചു. അവനവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഏട്ടൻ എന്തിനാ എല്ലാത്തിനും അച്ഛൻ്റെന്ന് അനുമതി വാങ്ങുന്നത്? അതെന്റെ ശീലമായി പോയി. പണ്ടേ ഞാൻ അങ്ങനെയാ. അച്ഛനോട് ചോദിക്കും എന്ത് ചെയ്താലും. അവൾക്ക് നീരസം തോന്നി. പണ്ട് പോലെയാണോ ഇപ്പോ? ഞാൻ വന്നില്ലേ, ഒരു ഫാമിലി ആയില്ലേ നമ്മള്. ഇനിയും ഇങ്ങനെ? ശിവ, അതിന് അച്ഛൻ എതിർപ്പൊന്നും ഇല്ലല്ലോ. അച്ഛൻ്റെന്ന് അനുമതി വാങ്ങിയതല്ല, അച്ഛനോട് പറഞ്ഞെന്നേ ഉള്ളൂ. പറയാതെ പോയാ അത് ശരിയല്ലല്ലോ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ശിവ, നീ എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ഭർത്താവിന്റെ കടമകൾ ഞാൻ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നീ എന്നോട് കുറച്ചുകൂടി അടുത്തിട്ട് മതിയെന്ന് കരുതിയിട്ടാണ്. ഒന്നാമതേ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്ന ഒന്നാ. അപ്പോൾ നീ പൂർണ്ണമായും അംഗീകരിക്കട്ടെ എന്നെന്ന് കരുതി.
അതിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ തന്നെയുണ്ട്. നമ്മുടെ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. അത് പൂർണ്ണമായിട്ട് മാറട്ടെ ആദ്യം, എന്നിട്ടാവാം. ആ ഗ്യാപ്പ് എന്താണെന്ന് അറിയോ? നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതായത് ശിവാനി, നീ ഇപ്പോഴും എനിക്കൊരു നിഗൂഢതയാണ്. അത് കേട്ട് അവളൊന്ന് പകച്ചു. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിനക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം. എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ അറിയാം. മുന്നേ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ നിന്റെ ഭർത്താവല്ലേ, അതൊക്കെ ഞാൻ അറിയണ്ടേ? നമ്മുടെ ഇടയിൽ രഹസ്യങ്ങൾ പാടുണ്ടോ? അത് അങ്ങനെ രഹസ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് തന്നെയാ. ഞാൻ വീട്ടിലേക്ക് പോവാത്തത് ശ്യാമിനെ രണ്ടാനച്ഛനെ ഓർത്തിട്ടാ. അതിന് നീ എന്തിനു പോവാതിരിക്കണം? നിന്റെ അമ്മയും അനിയത്തിയും അല്ലേ, അവരെ കാണണ്ടേ നിനക്ക്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാക്കൂടെ പോവാം. ഞാൻ ഉള്ളപ്പോ നിന്നെ ആരും ഒന്നും ചെയ്യില്ല ശിവ, അതിന് ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പോവാം, കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ ശ്യാം നല്ല ദേഷ്യത്തിലാവും. വെറുതെ എന്തിനാ ഒരു അടി ഉണ്ടാക്കുന്നത്? അത് വിട്, ഞാൻ കോഫി എടുക്കാം. വേണ്ട വേണ്ട, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. നീ റെഡിയാവ്. ഓക്കെ. അവൾ റെഡിയാവാൻ പോയതും അവനൊന്ന് നിശ്വസിച്ചു. ശ്യാമ ഒരു മഴത്തണലിൽ വന്നിരുന്നു. അമ്മ ഇറങ്ങാൻ നേരം എന്തൊക്കെയോ പലഹാരങ്ങൾ തന്നു വിട്ടിരുന്നു. അവളത് കഴിച്ചു. എവിടെ നിന്ന് തുടങ്ങും? അവൾ ഓർത്തു. ശ്യാം പറഞ്ഞ ശിവാനിയുടെ കല്യാണം ബോസുമായി കഴിഞ്ഞെന്നല്ലേ? അപ്പോ ആ കമ്പനി എവിടെയാവും? അബദ്ധമായിപ്പോയി. ഒരു ക്ലൂ ഇല്ലാതെ വന്നത് ശരിയായില്ല. അപ്പോഴാണ് അവൾക്ക് ശ്യാമിന്റെ ബാഗിൽ നിന്ന് എടുത്തു വെച്ച ആ ഒരു കാർഡ് ഓർമ്മ വന്നത്. അവളത് തിരക്കിയെടുത്തു. D&D ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഇതല്ലേ ശ്യാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി? അപ്പോൾ ചേച്ചി ഇവിടെയാവും. എന്തായാലും ഇവിടേക്കൊന്ന് പോയി നോക്കാം, തിരക്കി നോക്കാം. അവൾ അവിടെ കുറച്ചു പേരോട് തിരക്കി. 1-2 പേർക്ക് അറിയാം. ഇനിയും കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടേക്ക് എത്താൻ. ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ, ഇറങ്ങാം. അവൾ അവിടെ നിന്ന് തിരിച്ചു. ദർശനപ്പോ ആദ്യമായിട്ടായിരുന്നു അവൾ സിനിമയ്ക്ക് വരുന്നത്. ഫാമിലി മൂവി ആയതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ഇഷ്ടമായി. അവൻ എപ്പോഴും അവളുടെ കൈകളിൽ കൈകൾ കോർത്തിരുന്നു. അവൾ അവനെ നോക്കി. അവനൊരു ഭാവഭേദവും ഇല്ലാതെ സിനിമ കാണുകയാണ്. ദേവേട്ട, എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞൂടെ? ഞാൻ ദേവേട്ടൻ്റെ മാളുവാണെന്ന് എന്നാ ഒന്ന് മനസ്സിലാക്കുക. ആ സ്നേഹം എനിക്ക് എപ്പോഴാ കിട്ടുക? ഇപ്പോൾ എൻ്റെ ഒപ്പം ആ പഴയ ദേവേട്ടനല്ല, ദർശാണ്, പുതിയ ദർശ്. എനിക്ക് ദർശിനെ അല്ല വേണ്ടത്. ഒക്കെ ഏട്ടൻ ഓർത്തെടുക്കണം. നാളത്തെ നമ്മുടെ യാത്ര അതൊരു വഴിത്തിരിവാവട്ടെ, കൂടുതൽ അടുക്കാൻ കഴിയട്ടെ. അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. സിനിമ കഴിഞ്ഞവർ രണ്ടാളും പുറത്തേക്കിറങ്ങി. അവളുടെ മുഖം വല്ലാതിരുന്നു. എന്താ ശിവ, നീ വല്ലാതിരിക്കുന്നത്? ഓക്കെ അല്ലേ? വയ്യ നിനക്ക്? ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിട്ടാ. നമുക്ക് നാളെ പോവണ്ടേടി പെണ്ണെ? വേണം, ഇന്ന് തന്നെ എല്ലാം ശരിയാക്കണം. നാളെ മോർണിംഗ് ആണ് ട്രെയിൻ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. മഹാദേവ് ദേഷ്യത്തോടെ മുറിയിൽ ഉലാത്താൻ തുടങ്ങി. വല്ലാത്തൊരു അസ്വസ്ഥത അയാളിൽ നിറഞ്ഞു. നാളെ രാവിലത്തെ ട്രെയിനിൽ അവർ രണ്ടുപേരും ബാംഗ്ലൂർക്ക് പോകുന്നു. ഇല്ല, അത് ശരിയാവില്ല. അവൾ അവനോട് വീണ്ടും അടുക്കുകയാണ്. അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൻ ആദ്യം അവളെ ആവും തിരിച്ചറിയുക. തന്നെ വെറുക്കും. പിന്നെ ഇത്രനാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. സുഭദ്രാമ്മ മുറിയിലേക്ക് വന്നു. എടി, എല്ലാത്തിനും നീയാ കാരണക്കാരി. ഞാനെന്ത് ചെയ്തു? അന്ന് നീയാണ് അവൾക്ക് വാതിൽ തുറന്നു കൊടുത്തത്. അതുകൊണ്ടല്ലല്ലോ അവൾ രക്ഷപ്പെട്ടത്. പിന്നെ നിങ്ങൾ അവളെ പിന്തുടർന്നില്ലേ? എന്ന് വെച്ച് നീ നോക്കിക്കോ, അവൾ ഈ തറവാട് കുളം തോണ്ടും. എല്ലാവരുടെയും സമാധാനവും കളയും. കളയട്ടെ, ഒക്കെ കളയട്ടെ. നിങ്ങൾ വരുത്തി വെച്ചത് തന്നെയല്ലേ? അവളുടെ കുടുംബം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? അവൾ അതിന് പകരം ചോദിക്കും. അവൾ ആ പഴയ പെണ്ണല്ല എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അയാൾ അവരെ രൂക്ഷമായി നോക്കി. ഞാൻ അരിയും പറഞ്ഞേക്കാം. നീ എവിടെ നിന്നാ ഇതൊക്കെ പഠിച്ചത്? അവളെ കണ്ടുകൊണ്ടാണോ? ഇത് അധികം പോവില്ല. അവക്കൊപ്പം നിന്നെ ഞാൻ പുറത്താക്കും. ആക്കിക്കോ, അത് തന്നെയാ നല്ലത്. ഇങ്ങനൊരു ജീവിതം. സുഭദ്രാമ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. രാവിലെ തന്നെ ശിവാനി ഉണർന്നു. ദർശ് വാങ്ങി നൽകിയ ഒരു ക്രോപ്പ് ടോപ്പും ജീൻസും ധരിച്ച് പൊട്ടുതൊട്ട് മുടി ക്ലിപ്പ് ചെയ്തു വെച്ചു. അപ്പോഴേക്കും ദർശും ഇറങ്ങിയിരുന്നു. അവൻ അവളെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ. ഈ വേഷത്തിൽ ആദ്യമായിട്ടല്ലേടി പെണ്ണെന്ന് ഞാൻ കാണുന്നത്? കൊള്ളാം, നല്ല ചേരുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സെലക്ഷൻ മോശമാവില്ലല്ലോ. ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. അവൻ ഡ്രസ്സ് എടുത്തു നോക്കി. ഫുൾ സ്ലീവ് ടീഷർട്ടാണ് അവൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെന്താ ടീഷർട്ട്? ഇത് മതി, ഇത് ഏട്ടന് നല്ല ചേർച്ചയാ. ട്രിപ്പ് പോവുകയല്ലേ, സിമ്പിൾ ഡ്രസ്സിങ് മതിയെന്നേ. ആയിക്കോട്ടെ ഭാര്യയെ. അവൻ പുഞ്ചിരിയോടെ ഡ്രസ്സ് ചെയ്തു. ബാഗുമായി ഇറങ്ങുമ്പോൾ എല്ലാവരും ഹോളിലുണ്ട്. മഹാദേവിന്റെ മുഖത്ത് ദേഷ്യമായിരുന്നെങ്കിലും അയാൾ പരമാവധി സന്തോഷം അഭിനയിച്ചു. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ, അച്ഛ, ദച്ചു? പോയിട്ട് വാ മക്കളെ. സുഭദ്രാമ്മ സ്നേഹത്തോടെ രണ്ടാളെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു. സൂക്ഷിച്ചു പോയി വരൂ, അത്രമാത്രം മഹാദേവ് പറഞ്ഞു. അപ്പോഴേക്കും കാറുമായി ആശി എത്തി. ആഹാ അളിയ, നീ അങ്ങ് മാറിപ്പോയല്ലോ. ടീഷർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദർശനെ കണ്ട ഉടനെ ആശി പതിവ് പരിപാടിയായി കളിയാക്കൽ തുടങ്ങി. ദേ കോപ്പെ, ഇടിച്ച് പരിപ്പെടുക്ക് ഞാൻ. വണ്ടി എടുക്കടാ. ആശിയേട്ടാ, കയറുന്നില്ലേ? ദർശനെ വിളിച്ചു ചോദിച്ചു. ഇല്ല മോളെ, ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം കമ്പനി പോവാൻ. സമയമില്ല, പിന്നെ വരാം. അവരിറങ്ങി.
ശിവ, നീ വരെ ഒന്ന് സൂക്ഷിച്ചോട്ടോ, ഇവൻ വഴിതെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അല്പം ലുക്ക് കൂടിയോ എന്നൊരു സംശയം. ദർശ ആശയുടെ വയറ്റിനിട്ടൊരു ഇടി കൊടുത്തു. അമ്മേ, ഇനി നീ വാ തുറന്നതിന് വണ്ടി നിറക്കി വിടും തേണ്ടി, പറഞ്ഞേക്കാം. സകല ദേഷ്യം പുറത്തെടുത്ത് ദർശ പറഞ്ഞതും ആശ നിശബ്ദമായി. അവരെ രണ്ടാളെയും സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് ആശ കമ്പനിയിലേക്ക് തിരിച്ചു. കമ്പനിയിൽ ആരും വന്നിട്ടില്ല. സെക്യൂരിറ്റി ഫ്രഷ് ആവാൻ പോയിരുന്നു. അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും അവിടെ ഒരു ഒഴിഞ്ഞ കോണിൽ ചാരിയിരുന്നുറങ്ങുന്ന പെൺകുട്ടിയെ കണ്ടു. അവൻ അതിശയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ തന്നെ സാഗൂതം നോക്കിയിരുന്നു. നിഷ്കളങ്കമായ മുഖം, മുടി പാറി മുഖത്ത് വീണ് കിടപ്പുണ്ട്. അവൻ ആ മുടിയിഴകൾ മെല്ലെ ഒതുക്കി വെച്ചതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. അയ്യോ! അവൾ അവനെ കണ്ടതും ഭയത്തോടെ നിലവിളിച്ചു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.